Alhamdulillah, assalatu wassalamu ala rasulillah wa ala alihi wa ashabihi ajma'in. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. Allahumma la sahla illa ma ja'altahu sahla wa anta taj'alal hazna idha syi'ta sahla. Rabbi zidna 'ilman nafi'a. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. പ്രിയപ്പെട്ട സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വളരെയേറെ സന്തോഷം. അൽഹംദുലില്ലാഹ്, എൻ്റെ റബ്ബിനെ ഇങ്ങനെ ഒരു സ്പീച്ച് നടത്താൻ തൗഫീഖ് നൽകിയ എൻ്റെ നാഥനെ ഞാൻ സ്തുതിക്കുന്നു. ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സ് എന്ന ഈ കോഴ്സിലൂടെ എന്നെ ഇതിന് പ്രാപ്തയാക്കിയ മുംതാസ് മാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും ആരോഗ്യവും ആഫിയത്തും ആയുസ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. മെന്റർ ഷിഹാന, എല്ലാ ഹെൽപ്പും ചെയ്ത് കൂടെ നിന്ന മെന്റർ ഷിഹാനയ്ക്കും അല്ലാഹു ഖൈറും ബർക്കത്തും ആയുസും ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ. അതുപോലെ മിഷ്കാത്ത് എന്നീ പ്ലാറ്റ്ഫോമിലെ ആയിഷ മാം, ഹസീന ടീച്ചർ, എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ അനുഗ്രഹവും നൽകുമാറാകട്ടെ, ആമീൻ. പ്രാർത്ഥന വിശ്വാസിയുടെ കരുത്ത് എന്ന ടോപ്പിക്കാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്, ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ എത്ര ബുദ്ധി നമുക്കുണ്ടെങ്കിൽ, എത്ര ബുദ്ധിമാനായാലും, എത്ര സമ്പന്നനായാലും, എന്തൊക്കെ അധികാരങ്ങളുണ്ടെങ്കിലും ചിലപ്പോൾ ചില കാര്യങ്ങള് നമ്മുടെയൊക്കെ നിയന്ത്രണത്തിന് പുറത്തായിരിക്കും. ആ സമയത്ത് ഏകമാർഗം എന്താണ്? ഏകമാർഗം എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥന മാത്രമാണ്, അല്ലേ സഹോദരിമാരെ? നമുക്ക് മനസ്സറിഞ്ഞുകൊണ്ടുള്ള ദുആ മാത്രമായിരിക്കും ആ സമയത്ത് പരിഹാരം. എത്ര കാര്യമാണ് ദുആ ചെയ്തുകൊണ്ട് നമ്മൾ നേടിയിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അദ്ദുആഹു സിലാഹുൽ മുഅ്മിൻ. പ്രാർത്ഥന എന്നത് വിശ്വാസിയുടെ ഒരു ആയുധമാണ്. ഒരായുധം കയ്യിലുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ എത്രത്തോളം നിർഭയനാണോ അതുപോലെ നിർഭയനായിരിക്കും ഒരു വിശ്വാസി. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളെ പഴയ പാപ്പന്മാരൊക്കെ അരയില് ഒരു കത്തി, മലപ്പുറം കത്തി എന്നൊക്കെ പറയും മലപ്പുറത്തെ, അതുപോലെ അറബികളെ കയ്യിലൊരു വാള്. അതുപോലെ നമ്മളെ കയ്യിൽ പ്രാർത്ഥനയുണ്ടോ എങ്കിൽ നമ്മൾ നിർഭയരായിരിക്കും. പ്രാർത്ഥനയുണ്ടെങ്കിൽ ആ വിശ്വാസിക്ക് ഒരു പേടിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറ 156 പറയുന്നു, 156ാമത്തെ ആയത്തില്, വ ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നിന്നോട് എന്റെ ദാസന്മാർ എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു എന്ന് പറയുക. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. സഹോദരിമാരെ, നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് നമ്മളോട് ഈ പറയുന്നത്, വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകും. ഫൽയസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലകും യർഷുദൂൻ. അതുകൊണ്ട് എന്റെ ആഹ്വാനം അവർ സ്വീകരിക്കുകയും എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ, അവർ നേർവഴി പ്രാപിക്കുവാൻ വേണ്ടിയാണത്. പിന്നീട് നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കാൻ മടിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം നൽകും എന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുക. ചില സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം നൽകും. നമ്മൾ ഒരിക്കലും ധൃതി കൂട്ടരുത്. ചിലപ്പോൾ കുറച്ച് വൈകിയായിട്ടായിരിക്കും ലഭിക്കുക. ചിലപ്പോൾ ഈ ദുനിയാവെന്നും ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടും. അത് നാളെ നമുക്ക് പരലോകത്ത് അല്ലാഹു ഖൈർ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ഒരിക്കലും നമ്മുടെ റബ്ബ് നമ്മളെ പ്രാർത്ഥനയെ അവഗണിക്കുകയില്ല. എന്നിലേക്ക് നീട്ടുന്ന കൈ ഒന്നും നൽകാതെ തിരിച്ചു നൽകുന്നതിൽ ലജ്ജിക്കുന്നവനാണ് നമ്മുടെ റബ്ബ്. ഉദൂനി അസ്തജിബ് ലക്കും എന്നാണ് സൂറത്തുൽ മുഅ്മിനിൽ 60ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. പ്രാർത്ഥന എത്രത്തോളം ശക്തമാണെന്ന് പറഞ്ഞാൽ അദ്ദുആഉ യർദുൽ ഖള, വിധിയെ തടുക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. എന്നാൽ പ്രാർത്ഥന ഒരു പ്രതിഫലം കിട്ടുന്ന കാര്യം കൂടിയാണ് എന്ന് എല്ലാവർക്കും അറിയല്ലോ, അല്ലെ? അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന ഒരു ആരാധനയാണ്. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.
സഹോദരിമാരെ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എത്ര എത്ര പ്രാർത്ഥനകളിലൂടെയാണ് അല്ലെ കടന്നു പോകുന്നത്. രാവിലെ തഹജ്ജുദിന് എണീറ്റാൽ നമ്മള് കുറച്ച് ദിവസം മുമ്പ് ഹസീന മാമിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മള് ആകാശത്തേക്ക് നോക്കി അല്ലെ, ആകാശത്തേക്ക് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി, അങ്ങനെ നമ്മളെ പ്രാർത്ഥന അപ്പം മുതൽ ആരംഭിക്കുക. പിന്നെ നമ്മൾ ടോയ്ലറ്റിൽ കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, ഫുഡ് കഴിക്കുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, രാത്രി കിടക്കാൻ പോകുന്നത് വരെ ഒരു വിശ്വാസി പലവിധ പ്രാർത്ഥനയിലൂടെയാണ് കടന്നു പോകുന്നത്. രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളും ദുആകളും ഇതൊക്കെ നമ്മുടെ മനസ്സിന് എത്ര സന്തോഷം സമാധാനവുമാണ് ഈ പ്രാർത്ഥനയോട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല സഹോദരിമാരെ. പ്രാർത്ഥനക്ക് ഇല്ലാത്തവർക്ക് എന്നാലോ ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ വന്നാല് ഒരു ആശ്വാസം ഉണ്ടായില്ല. എന്നാല് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിക്ക് എന്ത് ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നാലും ഒരു വിഷമവോ തളർച്ചയോ ഒന്നും അവരെ ബാധിക്കുകയില്ല. അവര് പ്രത്യാശയുടെ വാതിലുകൾ അവരുടെ മുന്നിൽ അടയുന്നില്ല. അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് റബ്ബില് തവക്കുൽ ചെയ്യും. എന്നിട്ട് ഒരു പേടിയില്ലാതെ. അതാണ് ഒരു യഥാർത്ഥ വിശ്വാസി. സഹോദരിമാരെ, നമ്മളും അതുപോലെയുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടട്ടെ. സഹോദരിമാരെ, നമ്മുടെ നാവുകൾ പ്രാർത്ഥനകൾ കൊണ്ട് നിറയട്ടെ. വിജയത്തിലും പരാജയത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും പ്രതിസന്ധിയിലുമെല്ലാം പ്രാർത്ഥന നമ്മൾ പതിവാക്കുക. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. ഇഹലോകത്തും പരലോകത്തും നന്മ നൽകണേ നാഥ, നരകശിക്ഷയെ തൊട്ട് കാത്തുരക്ഷിക്കണമേ. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നമ്മൾ ചെറുപ്പത്തിൽ അവർ നമ്മളോട് കാരുണ്യം കാണിച്ചതുപോലെ പ്രായമാകുമ്പോഴും റബ്ബിന്റെ കാരുണ്യം ഉണ്ടാകാൻ വേണ്ടി. അതുപോലെ മരണപ്പെട്ട മാതാപിതാക്കളാണെങ്കിൽ റബ്ബി ഗഫിർലി വലിവാലിദയ്യ, മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണമേ. ഭർത്താവിനും നമ്മുടെ മക്കൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. റബ്ബന ഹബലന വസ്വാജിന മിൻ ദുരിയാതിന ഖുറത അയുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അങ്ങനെ പ്രാർത്ഥന കൊണ്ട് ഒരുപാട് മിറാക്കിൾസ് നമ്മുടെ ജീവിതത്തിൽ കണ്ടറിഞ്ഞവരാണ് നമ്മളൊക്കെ. ഒരുപാട് നമ്മൾ ചിലപ്പോ വളരെ പ്രയാസകരമായ ഒരു കാര്യം നമുക്ക് തോന്നാം, എങ്കിലും അത് വളരെ ആശ്വാസം നമ്മളെ പ്രാർത്ഥനയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് ഒരു ആശ്വാസമായി തോന്നും. ചില സമയത്ത് മല പോലെ വന്നത് മഞ്ഞ് പോലെ നീങ്ങി എന്ന് നമ്മൾ പറയാറില്ല, അതുപോലെ വളരെയേറെ എന്താ പറയാ, ചിലപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര പ്രയാസത്തിലായിരിക്കും. അപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഭയങ്കര ഒരു സമാധാനം, ഒരു പ്രാർത്ഥനയുടെ റിസൾട്ട് പല പല കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചറിയാറുണ്ട്. ദുന്യവിയായ പല കാര്യങ്ങളിലും നമ്മളുടെ മക്കളുടെ പഠനം, വിവാഹം, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിങ്ങനെ റബ്ബിനോട് തേടിക്കൊണ്ടേയിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പരലോകത്തേക്ക് വേണ്ടിയുള്ളത് നമ്മൾ ഏത് സമയത്തും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിനുള്ള അവിടെ നാളെ നമുക്ക് അവിടെ ഒരുക്കി വെക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രാർത്ഥനകൾക്കൊക്കെ അള്ളാഹു ഉത്തരം നൽകുമാറാകട്ടെ. ആമീൻ. നമ്മൾ എന്തൊക്കെ മിറാക്കിൾ എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ നമുക്ക് തോന്നും നമ്മൾ തീരെ നമ്മൾ എന്താ പറയാ, നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെ ഒരു സംഭവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണാൻ. ഒരു പ്രാർത്ഥന ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാൻ ഹജ്ജിന് പോയത് 2010. എനിക്ക് ഇത്രത്തോളം തഖ്വയൊന്നും വരാത്തൊരു സമയത്താണ്. ഞാനിങ്ങനെ ഹജ്ജിന് പോകുമ്പോൾ ഞാൻ ആദ്യം കേൾക്കും ഉംറ മതി, എല്ലാവരും പറയും ഭയങ്കര തിരക്കാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ വിചാരിക്കും ഒരു ഉംറ ചെയ്താൽ മതി എന്നൊക്കെ. പക്ഷെ ഞാനൊരു ഖുർആൻ ക്ലാസ് കേട്ടപ്പോൾ സൂറത്തുൽ ഫജ്ർ, അതിൽ ഭൂമി പൊടി പൊടിയായി പൊടിക്കുന്നതും റബ്ബും മലക്കുകളും ഇറങ്ങി വരുന്നതും അതുപോലെ തന്നെ നരകം കൊണ്ടുവരുന്നതും അങ്ങനെയൊക്കെ പറഞ്ഞു. ശരിക്കും അതൊരു ഇമാജിനേഷൻ പോലെ അത് കാണുകയും എന്നിട്ട് ലാസ്റ്റ് യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, എൻ്റെ ഈ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി എന്ത് ചെയ്തു വെച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയം വരും. അതെന്നെ വല്ലാതെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ ഞാൻ റബ്ബിനോട് ഇങ്ങനെ തേടി, പഠിച്ചാനെ ഇനി ദുനിയാവിൽ എന്തൊക്കെ ചെയ്യാണ്ട്, അപ്പൊ ഒരു ഹജ്ജ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം, ആ ആഗ്രഹം വല്ലാണ്ട് ഇങ്ങനെ മനസ്സിൽ തോന്നി. അപ്പൊ ഞാൻ ആ ക്ലാസ് കഴിഞ്ഞ് വന്ന് മുതലുണ്ട് അന്ന് രാത്രി ഫുള്ളും ഒക്കെ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പിറ്റേ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് വന്ന്
പറഞ്ഞാൽ എങ്ങനെങ്കിലും ഒന്ന് ഹജ്ജിന് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന്. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ഞാൻ അന്ന് വൈകുന്നേരം തന്നെ ഹസ്ബൻഡ് പറഞ്ഞു, നമ്മൾ പോവാൻ റെഡി ആയിക്കോ, അന്ന് ഒരു ഗ്രൂപ്പിൽ 2-3 സീറ്റ് ഒഴിവുണ്ട്, അതിലേക്ക് നമ്മൾ ഹജ്ജിന് പോകും എന്നുള്ളത്. അൽഹംദുലില്ലാ, ഒരുപാട് ഒരു പ്രാർത്ഥനയുടെ ഒരു മിറാക്കിൾ അവിടെ പോയിട്ടും കാണുമ്പോൾ ഒക്കെ ഇങ്ങനെ കണ്ടപ്പം ഒരു പ്രാർത്ഥനന്റെ ഒരു റിസൾട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു നിമിഷങ്ങളായിരുന്നു. അതുപോലെ എല്ലാ സഹോദരിമാരുടെയും ജീവിതത്തിലുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ നിമിഷങ്ങൾ. അള്ളാഹു നമുക്ക് ഖുർആനിലൂടെ ഒരുപാട് അമ്പിയാക്കളുടെ പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയനായ നബിയായിരുന്നു അയ്യൂബ് അലൈഹിസ്സലാം. അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മളൊക്കെ കേട്ടതാണ് അല്ലേ സഹോദരിമാരെ. അദ്ദേഹം ഏറ്റവും കൂടുതൽ സമ്പത്തും മക്കളും നൽകി അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. പിന്നീട് അദ്ദേഹത്തിന് സമ്പത്തും മക്കളെയൊക്കെ ഓരോന്നായി റബ്ബ് തിരിച്ചു പിടിക്കുകയും രോഗം കൊണ്ട് പരീക്ഷിക്കുകയും ചെയ്തപ്പോൾ അയ്യൂബ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് അലൈഹിസ്സലാം തന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം, എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, നീയാണ് കരുണ ചെയ്യുന്നതിൽ ഏറ്റവും കരുണയുള്ളവൻ. ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് മറുപടി നൽകി. ഫകശഫ്നാ മാ ബിഹി മിൻ ളുർ, അദ്ദേഹത്തിന് ബാധിച്ച കഷ്ടപ്പാട് നാം നീക്കിക്കളഞ്ഞു. വഅതൈനാഹു അഹ്ലഹു മിസ്ലഹും മഅഹു, തിരിച്ചു പിടിച്ച കുടുംബത്തെയും സന്താനത്തെയും നാം തിരിച്ചു നൽകി, അതുപോലെയുള്ളത് അദ്ദേഹത്തിന് നാം കൂടുതലും നൽകി. റഹ്മത്തൻ മിൻ ഇൻദിന, നമ്മുടെ പക്കൽ നിന്നുള്ള കരുണയുടെ ഭാഗമാണത്. വസിക്റാ ലിൽ ആബിദീൻ, അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണിത്. തിരിച്ച് എന്ത് പിടിച്ചുവോ അതൊക്കെ നൽകാൻ കഴിവുള്ളവനാണ് അള്ളാഹു. നമ്മൾ കഷ്ടപ്പാടുകൾ വന്നാല്, ദുരിതങ്ങൾ വന്നാല്, പ്രയാസങ്ങൾ വന്നാലൊക്കെ അർഹമുറാഹിമിനോട് പ്രാർത്ഥിക്കണം എന്നതാണ് അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ സക്കരിയ അലൈഹിസ്സലാം, അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി. എന്നാൽ അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യം എന്ന ഒരു അനുഗ്രഹം ഒഴികെ ബാക്കിയെല്ലാം നൽകി. അപ്പോൾ സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. നാഥ, നീ എന്നെ പിന്തുടർച്ചക്കാരനില്ലാതെ ഒറ്റയാനാക്കല്ലേ, നീയാണല്ലോ പിന്തുടർച്ചക്കാരെ നൽകുന്നവനിൽ ഏറ്റവും ഉത്തമൻ. ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന്റെ വിളിക്കുന്ന ഉത്തരം നൽകി. വഹബ്നാ ലഹു യഹ്യ, അദ്ദേഹത്തിന് നാം യഹ്യയെ നൽകി. വഅസ്ലഹ്നാ ലഹു സൗജഹു, അദ്ദേഹത്തിന്റെ ഭാര്യയെ ഗർഭധാരണത്തിന് പ്രാപ്തയാക്കി. ഇന്നഹും യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകൾ വേഗത്തിൽ ചെയ്യുന്നവരായിരുന്നു. വയദ്ഊനന, അവർ നമ്മോട് ദുആ ചെയ്യുന്നവരായിരുന്നു. റഅബൻ വറഹബ, ആശയോടെയും പേടിയോയും കൂടി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സക്കരിയ നബിക്ക് നാം ആ ഉത്തരം നൽകി. എന്താണ്? അവര് ദുആ ചെയ്യുന്നവരായിരുന്നു. ഇതിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്, ദുആ ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അവന്റെ എന്ത് പ്രാർത്ഥിച്ചോ അത് അവന് നൽകും. അതുപോലെ യൂനുസ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. യൂനുസ് അലൈഹിസ്സലാം അദ്ദേഹത്തിനെ ഒരു സമുദായത്തിലേക്ക് നബിയായി നിയോഗിച്ചപ്പോ ആ ജനങ്ങളെ ഉപദേശിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരാ ഉപദേശം സ്വീകരിച്ചില്ല. അങ്ങനെ ജനങ്ങളോട് ദേഷ്യപ്പെട്ട് അദ്ദേഹം ആ നാട്ടിൽ നിന്ന് തിരിച്ചുപോയി കപ്പലിൽ കയറി ആ കടലിൽ മുങ്ങിയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു മത്സ്യത്തിന്റെ വായിലെത്തി അവിടെ കിടന്ന് യൂനുസ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഫനാദാ ഫിൽ ളുലുമാത്ത്, ഇരുട്ടിന്റെ അറയിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, നീയല്ലാതെ ആരാധ്യനില്ല, തീർച്ചയായും ഞാൻ തെറ്റുകാരിൽ പെട്ടുപോയി, എനിക്ക് പുറത്തു തരണമേ നാഥ. ഈ പ്രാർത്ഥനയാണ് നമുക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, അദ്ദേഹവും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും കൂടി
കഅബ പുതുക്കി പണിത ശേഷം അദ്ദേഹം പ്രാർത്ഥിച്ചത് റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത വമിൻ ദുർരിയതി റബ്ബനാ തഖബ്ബല ദുആ. എന്റെ റബ്ബേ, എന്നെ നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവനാക്കണമേ, എന്റെ സന്തതികളിൽപ്പെട്ടവരെയും അങ്ങനെ ആക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവേ, എന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്യണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. കഅബ പുതുക്കി പണിത ശേഷം വെറുതെ ഇരുന്നില്ല, അതിലൂടെ അദ്ദേഹം പ്രാർത്ഥിക്കണം, എന്റെ പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് നമസ്കാരം നിലനിർത്തുന്നവനാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മൂസ അലൈഹിസ്സലാം ഫിറൗന്റെ അടുത്തേക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കാണ്, റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എന്റെ രക്ഷിതാവേ, എനിക്ക് നീ ഹൃദയത്തിന് വിശാലത നൽകണമേ, എന്റെ കാര്യം എനിക്ക് നീ എളുപ്പമാക്കി തരണമേ. ജനങ്ങൾ എന്റെ സംസാരം മനസ്സിലാക്കുന്നതിനു വേണ്ടി എന്റെ നാവിൽ നിന്ന് കെട്ടഴിച്ചു തരണമേ. ഇങ്ങനെ അമ്പിയാക്കളുടെ പ്രാർത്ഥനയിലൂടെ സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രാർത്ഥനയുടെ പ്രാധാന്യം ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ബദർ രണാങ്കണത്തിൽ വെച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്, ഈ ചെറിയ സംഘം നശിച്ചു പോയാൽ നാഥാ, ഭൂമിയിൽ നിന്നെ ആരാധിക്കുവാൻ ആരും അവശേഷിക്കില്ല എന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന സ്വീകരിച്ചു. പിന്നീട് നമ്മൾ ഗുഹാവാസികളുടെ, ഗുഹയിലകപ്പെട്ട ചെറുപ്പക്കാരുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെ സൽക്കർമ്മങ്ങളെ മുൻനിർത്തിയാണ് ഗുഹയിലകപ്പെട്ട ഈ ചെറുപ്പക്കാർ പ്രാർത്ഥിച്ചത്. 3 യുവാക്കള് ഗുഹയിലകപ്പെട്ടു. ആ മഴ പെയ്യുമ്പോൾ ഗുഹക്കകത്ത് കയറിയതാണ്. ആ ഗുഹാമുഖം ഒരു പാറക്കല്ല് വന്ന അടയാണ്. നമ്മളൊക്കെ കേട്ടതാണത്. അവര് എന്താ ചെയ്തത്? അവർ പ്രാർത്ഥിച്ചത് സൽക്കർമ്മങ്ങളെ മുൻനിർത്തി. നമുക്കൊക്കെ ഒരു പാടാണ്. നമുക്കൊക്കെ നമ്മളുടെ സൽക്കർമ്മങ്ങളെ മുൻനിർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കും. അതില് ഒന്നാമത്തെ യുവാവ് പറയാണ്, അല്ലാഹുവേ, ഞാൻ എന്റെ മാതാപിതാക്കളെ വളരെയേറെ സ്നേഹിച്ചവനാണ്. ഒരു രാത്രി ഞാൻ വീട്ടിലെത്തിയപ്പോൾ അവർ ഉറങ്ങിയിരുന്നു. എന്റെ കയ്യിൽ അവർക്ക് വേണ്ടിയുള്ള പാലുണ്ടായിരുന്നു. എന്റെ കുട്ടികൾ ആ പാലിന് കരഞ്ഞിട്ടും അവർക്ക് നൽകാതെ ഞാൻ ആ മുറിക്ക് മുന്നിൽ കാത്തിരുന്നു. അവർ ഉണർന്നതിന് ശേഷം അത് ഞാൻ അവർക്ക് നൽകി. അദ്ദേഹം അത് പ്രാർത്ഥിച്ചപ്പോൾ ആ പാറ അല്പമൊന്ന് നീങ്ങി. പിന്നീട് രണ്ടാമത്തെ ആളുടെ പ്രാർത്ഥന, ഒരു പെൺകുട്ടിയെ ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഞങ്ങൾ പാപം ചെയ്യാൻ അഥവാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഒരുങ്ങിയപ്പോൾ റബ്ബിനോടുള്ള ഭയത്താൽ ഞാൻ അതിൽ നിന്നും പിന്മാറി. ആ പ്രാർത്ഥനയോടുകൂടി ആ പാറ ഒന്നും കൂടി നീങ്ങി. പിന്നീട് മൂന്നാമത്തെ ആള് പ്രാർത്ഥിക്കാണ്, ഒരിക്കൽ ഒരു തൊഴിലാളികൾക്ക് ഞാൻ കൊടുക്കേണ്ട വേതനം വാങ്ങാതെ അവൻ പോയി. ഞാൻ ആ പണം നിക്ഷേപിച്ചു. മാസങ്ങൾ ശേഷം അവൻ തിരിച്ചു വന്നപ്പോൾ അത് ഒരു വലിയ സമ്പത്തായി മാറിയിരുന്നു. കൃഷിയായി, മൃഗങ്ങളായി ഒക്കെ അത് മാറിയിരുന്നു. ഒരു അമാനത്താണ് ആ സമ്പത്തല്ലേ. അതുകൊണ്ട് ഞാൻ ആ സമ്പത്ത് മുഴുവനും ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഇങ്ങനെയാണ് അവർ റബ്ബിനോട് തേടിയത്. അതോടുകൂടി ആ പാറ മുഴുവനായി നീങ്ങി. ഇങ്ങനെ സഹോദരിമാരെ, നമുക്കും നമ്മുടെ സൽക്കർമ്മങ്ങളെ മുൻനിർത്തി റബ്ബിനോട് ദുആ ചെയ്യാം. എന്നാൽ അള്ളാഹു ദുആ സ്വീകരിക്കാത്ത നിബന്ധനകളിൽ ഒന്നാമത്തേത്, നമ്മുടെ സ്വീകരിക്കില്ല എങ്കിൽ അത് നമ്മുടെ ഉപജീവനം ഹറാമായാൽ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യന് യാത്ര ചെയ്യാണ്. അദ്ദേഹം കൈകൾ ഉയർത്തി റബ്ബേ റബ്ബേ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ആഹാരം ഹറാമാണ്, വസ്ത്രം ഹറാമാണ് എങ്കിൽ അള്ളാഹു ആ പ്രാർത്ഥനകൾക്ക് ഒരിക്കലും ഉത്തരം നൽകില്ല, ആ പ്രാർത്ഥന സ്വീകരിക്കില്ല. അള്ളാഹു നമ്മെല്ലാവരെയും പ്രാർത്ഥന സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളും സന്ദർഭങ്ങളുമുണ്ട്. തഹജ്ജുദ് നമസ്കാര സമയം അള്ളാഹു ഏകദേശം ഒരു 3 മണി ഒക്കെ കഴിഞ്ഞ ആ സമയത്ത്, രാത്രിയുടെ അന്ത്യയാമത്ത്, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ആരുണ്ട് എന്നോട് പാപമോചനം നേടാൻ എന്ന് നമ്മൾ കേട്ടതും പഠിച്ചതൊക്കെയാണ്. ഈ സമയം ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാണ്. പിന്നീട് ബാങ്കിനും ഇഖാമത്തിനുമിടയിലെ
പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമുണ്ട്. അതുപോലെ നമസ്കാര ശേഷം, വെള്ളിയാഴ്ച പ്രത്യേക സമയം, നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പുകാരന്റെ പ്രാർത്ഥന, മഴ പെയ്യുന്ന സമയത്ത്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് എന്തായാലും മക്കൾക്ക് ലഭിച്ചിരിക്കും. അതുപോലെ ഹജ്ജിന് അറഫാ ദിനത്തിലെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന സ്വീകരിക്കുന്നതാണ്. അല്ലാഹു പ്രാർത്ഥന സ്വീകരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇങ്ങനെ അല്ലാഹു ഒരു വിശ്വാസി എത്രത്തോളം അവൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ ഒരു പ്രതിഫലം അത് പറഞ്ഞത് ഒരു ആരാധനയാണ് എന്നാണ് അല്ലാഹു ദുആ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു നമ്മെ എല്ലാവരെയും നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നമുക്ക് നൽകണമേ. നാഥാ, മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, അങ്ങനെ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മളെയും റബ്ബിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ നാഥാ. നമ്മുടെ ഇണകൾക്ക് അല്ലാഹു ആരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിക്കണേ നാഥാ. നമ്മുടെ മക്കളെ കൺകുളിർമയുള്ളവരാക്കണേ നാഥാ. പുതിയ തലമുറ വല്ലാത്തൊരു ലോകത്താണ് ജീവിക്കുന്നത്. നമ്മുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കണമേ നാഥാ. നാളെ നമ്മൾ മരണപ്പെട്ടാല് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാക്കണേ നമ്മുടെ മക്കൾ. പെൺകുട്ടികളെ വസ്ത്രധാരണ രീതിയും ലഹരി മരുന്നിന്റെ ഉപയോഗവുമൊക്കെ ആയിട്ട് വളരെയധികം അധപതനത്തിലൂടെയാണ് യുവതലമുറ കടന്നു പോകുന്നത്. അല്ലാഹുവേ, അവരെ ഏറ്റവും നല്ല മാർഗത്തിലൂടെ നീ നയിക്കണമേ നാഥാ. ഞങ്ങൾക്ക് ആരോഗ്യവും ആയുസ്സും ആഫിയത്തും നൽകി ദഅവാ പ്രവർത്തനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ നാഥാ. മാരക രോഗങ്ങൾ, അപകടങ്ങൾ, അപകട മരണങ്ങൾ എന്നിവയെ തൊട്ട് കാത്തു രക്ഷിക്കണേ നാഥാ. ഞങ്ങളുടെ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു സമാധാനാന്തരീക്ഷം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമേ നാഥാ. اللهم يا مقلب القلوب ثبت قلبي على دينك ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.